അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു എൻ്റെ ചാനലായ അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ എന്തൊക്കെ വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ചോദിച്ചിരിക്കണേ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് നമ്മൾ വിശ്വസിച്ചിന്. അപ്പോൾ നമ്മളെ മുന്നിട്ട വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇല്ല വീഡിയോവും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരോടുമാണ് പറയണത്. പിന്നെ തുറന്നു നോക്കിക്കാണ്ട് അങ്ങോട്ട് പറ്റൂലെന്ന് കണ്ട് പോകരുത്. തുറന്നാ പക്കം പറഞ്ഞ വീഡിയോ തുറന്നാ പക്കം കുറച്ചെങ്കിലും ഒന്ന് കാണണം കേട്ടോ. ഒരു അപേക്ഷയായിട്ട് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ എന്താകണം, ചായക്ക് കടിന്ന് പുട്ടാണ് കേട്ടോ. കുറച്ച് സൈക്കിൾ ഇപ്പോൾ പുട്ട് ചുട്ടിട്ട്. അപ്പോൾ ഇന്ന് ചാക്കേരിയാണ് കേട്ടോ. ഇന്ന് നെല്ലുത്തേരിയല്ല ഇടല്ലേ, ഇന്ന് ചാക്കേരിയും പിന്നെ കുറച്ച് ചോറുണ്ടായിനി. അപ്പോൾ അതും തന്നെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിക്കണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് പിന്നെ വെള്ളത്തിലിട്ട് ഉരുകിയിട്ട് ഇതിനെ നമ്മൾ കജ്ജോണ്ട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട് തന്നെ കേട്ടോ. ഇതിൻ്റെ മുന്നേയൊക്കെ ഞാൻ കാട്ടിയിരിക്കണത്, അതുകൊണ്ടാണ് ഞാൻ ചോറ് മിക്സിയിലിടുന്നതോ അടിച്ചണോന്നും കാട്ടാഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ കടല ഞാൻ കുക്കറിലിട്ടിക്കണം കേട്ടോ. അതവിടെ വേകട്ടെ. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ മറ്റേ കുറ്റിപ്പുട്ടനെയാണ് കേട്ടോ ചൂടുന്നത്, നമ്മളെ ചിരട്ടപ്പുട്ടൊന്നല്ല. അപ്പോൾ ഇന്ന് തേക്കണേ കുറച്ച് തേങ്ങ ഉണ്ടായിനി കേട്ടോ. തേങ്ങ പൊട്ടിച്ച തേങ്ങ പിന്നെ പാത്തച്ച് നിന്നാൽ നാശമാവും. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ ഏതായാലും പുട്ടിക്ക് തേങ്ങയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നാൾ പുട്ടിക്ക് തേങ്ങയൊന്നും ഇല്ലാതെ നമ്മൾ ഇട്ടിനിയത് പുട്ട് ചുട്ടിനിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ പുട്ട് ചൂടാം. നമ്മളെ പുട്ടിൻ്റെ കുറ്റി ഉണ്ടല്ലോ, ചെറുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് ഇതിടുമ്പോൾ തന്നെ അവിടെ നാറി കേട്ടോ. അപ്പോൾ ഇത് ചെറിയതാക്കാനും പറ്റില്ല, വലിയതാക്കിയാണ്ട് രണ്ടെണ്ണേ പറ്റുള്ളൂ. അപ്പം ഏകദേശം വലുപ്പത്തിലുള്ള 2 കുറ്റി പുട്ട് കിട്ടും കേട്ടോ. നമുക്ക് 2 കുറ്റിയല്ല 2 കഷ്ണം പുട്ട് കിട്ടും കേട്ടോ. പിന്നെ ചെറുതാക്കി ചൂടണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് വാരിയിട്ട് കാണ്ട് തേങ്ങ ഇട്ട് അങ്ങനെ ചുട്ട് ഉണ്ടാക്കണം. അല്ലെങ്കിലോ തേങ്ങ ഇടാതെ ഒന്നായിട്ടാണ്ട് ഇട്ട് കാണ്ട് പിന്നെ നാൾ കാട്ടിയ മാതിരി കത്തിയോണ്ട് മുറിച്ച് ആക്കിയാൽ 3 കണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കേട്ടോ. അതൊക്കെ നമ്മൾ ഓരോ മട്ടം പോലെയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ തേങ്ങ ആദ്യം ഒന്നിട്ട് പിന്നെ ഇട്ടപ്പോൾ അതിന് കുറ്റി നിറഞ്ഞ്. അപ്പോൾ 2 കഷ്ണാക്കി കണ്ടെടുത്തത്. അപ്പോൾ ഇതാക്കണം ഏകദേശം ഇതാണ് അത്യാവശ്യം നല്ലൊരു കണ്ട പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ തിന്നണവർക്ക് ഇപ്പോൾ ഒരു കണ്ടം മതിയല്ലോ, മാണമെന്ന് വെച്ചെങ്കിൽ എടുത്താൽ മതിയല്ലോ. ബാക്കിയുള്ള പുട്ടും നമുക്ക് പിന്നെ അങ്ങനെ തന്നെ കണ്ട് ചുട്ടെടുക്കാം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ പൊടി എത്രത്തോളം നല്ല സോഫ്റ്റാണ്, അത്രത്തോളം നമ്മളെ പുട്ടും നല്ല അടിപൊളി നീക്കാരം കേട്ടോ. അപ്പോൾ അങ്ങനെ റൈസ് പുട്ടില്ല ഉണ്ടാക്കാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. നല്ല പുട്ട് നീക്കാരം. അതിനാദ്യം കുറച്ച് ചോറൊക്കെ നമ്മൾ ബാക്കി ഉണ്ടെച്ചെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് കണ്ട് കട്ടിയാക്കി എടുത്തോളണ്ടി. പിന്നെ ഞാനിതാക്കണേ കുറച്ചും കൂടിയൊക്കെ നിറച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണുണ്ട് കേട്ടോ. എന്നാൽ കുറച്ച് താന്നോളൂ. ഇതെന്താണെന്ന് രാവി വരുമ്പം ആ പൊടിയൊക്കെ ഇങ്ങോട്ട് താന്ന് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഉള്ളാക്കണ്ടേ, അത് എഴുതിയിട്ടാണ് ഒന്ന് താത്തി കൊടുത്തത്. പിന്നെ ഇതാക്കണേ പിന്നെ ചുട്ടതൊക്കെ ഞാൻ 3 കണ്ടൊക്കെ ആക്കി കണ്ടൊക്കെ ചുട്ടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഇഷ്ടം പോലെ ചുട്ടാൽ മതി എന്നുള്ളത്. അങ്ങനെ നമ്മളെ പുട്ടൊക്കെ അങ്ങനെ ചുട്ട് കഴിഞ്ഞു. ചാറും തന്നെ കടല ഇതാക്കണേ തൂമിച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കടലയൊക്കെ മിക്സിയിലൊക്കെ അരച്ച് പറന്നുകാണ്ട് കുറുക്കിയെടുത്തിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് കണ്ട് എന്താട്ടി വേഗം പാത്രം മോറാണ് കേട്ടോ. ഇന്ന് നമ്മളെ കുട്ടിക്ക് കടയിലേക്ക് പോകാണ്ട്. അപ്പോൾ ഓന് ചോറ് വേണം. പിന്നെ നമുക്ക് കുറച്ച് റബ്ബറുണ്ട്. അപ്പോൾ അതൊന്ന് തെളിയിച്ചൽ തുടങ്ങിയിരിക്കണം കേട്ടോ, ഒന്ന് വെട്ടൽ തുടങ്ങിയിരിക്കണേ. അപ്പം ആദ്യമായിട്ട് വെട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കൊന്ന് പോകണം. അപ്പം ഞാൻ വേഗം എന്താട്ടി മക്കളെയൊക്കെ മദ്രസക്കാണ് പറഞ്ഞയച്ചിട്ട് ഞാനും ഓനും പാടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തോട്ടത്തിലൊക്കെ എത്തിക്കണം കേട്ടോ. അപ്പം നമ്മൾ പോയെന്ന് വെട്ടിക്കണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളങ്ങനെ പോയതാണ്. അപ്പോൾ ഇതാക്കണേ നിങ്ങൾ ചെന്നപ്പോൾ വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മളെ ഡബ്ബറും തോട്ടം. ഒക്കെ ഒന്നും നമ്മളതല്ല കേട്ടോ.
ഒക്കെ നമ്മളതാണെന്നൊന്നും കരുതണ്ട. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളവിടെയൊക്കെ പോയി വന്നിട്ട് നമ്മൾ ഇന്നലെ വെച്ചിന് ബിരിയാണി ഉണ്ടല്ലോ. അപ്പോൾ ഓനോട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു അമ്മച്ചി ചോറ് മതി, വെറും ചോറ് മാണ്ടായിരുന്നു. അപ്പം എന്നായിക്കോട്ടെ ഇത് കുറച്ച് മസാലയുണ്ട്, പിന്നെ ആ ചോറും തന്നെ നല്ലോണം ഒന്ന് ചൂടാക്കി, പിന്നെ കുറച്ച് കോഴി ഞാൻ തലേന്ന് തന്നെ മസാല ഇട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞിനി കട ഉണ്ട് കേട്ടമ്മാന്നുള്ളത്. അപ്പം എന്നാൽ വെറും ചോറാണെച്ചെങ്കിൽ എന്തെങ്കിലും കൂട്ടാണ്ടാക്കിക്കാണ്ട് ഈ കോഴിയും പൊരിച്ചിക്കാണ്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓൻ പറഞ്ഞാൽ ചോറ് മതിയായിരുന്നു. ഇനി ബാക്കിയുള്ളത് നമുക്ക് വൈകുന്നേരം പൊരിച്ചട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കുള്ളതും ഞങ്ങൾ പൊരിച്ചിക്കണ്, പിന്നെ എന്താ ഓന് കൊണ്ടുപോകാനും, പിന്നെ ബാക്കി നമുക്ക് വൈകുന്നേരം പൊരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാക്കണേ പൊരിനീൻ്റെ അടിയിൽ പോകാൻ നേരമായി ബേജാറൂട്ടണുണ്ട്. അപ്പം പൊരിഞ്ഞ് ആയ കഷ്ണങ്ങൾ നോക്കിയിട്ട് ഞാനിങ്ങനെ എടുത്തു കൊടുക്കാണ് കേട്ടോ ഓന്. ബാക്കി പിന്നെ കടന്നുകാണ്ട് അങ്ങനെ ബന്ധോളും. അപ്പം അങ്ങനെ ഇതാക്കണേ ഓന് ഉള്ളതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഞാൻ കൊടുത്തു. ഓനങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടിച്ചുവരലും തുടക്കലും പാത്രം മോറലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുക്കറിൽ ചോറ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം ഇനി കുക്കറിൽ ചോറ് ചെയ്യുമ്പോട്ട് അതവിടെ കടന്ന് വേകട്ടെ. അപ്പം നമ്മൾ ഗ്യാസുമേലൊക്കെ ആകെ ഒട്ടും പൊടിയും ഒക്കെ ഉണ്ട്, ചാറൊക്കെ തെറിച്ചതാണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതൊക്കെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചെടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും ഇതന്നെ തുടച്ചു കൊണ്ട് നിൽക്കണം. പിന്നെ ഇതാക്കണേ വിസിൽ വരുന്നതിൻ്റെ മുന്നേ ഞാൻ എന്നും പറയണത് വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇത് ഓഫാക്കും. അതുകൊണ്ടാണ് കേട്ടോ ചോറ് നല്ല അടിപൊളിയായിട്ട് വരിക. പെട്ടെന്നുണ്ട് കേട്ടോ ചോറ് വേകാൻ. ഇത് നമ്മൾ റേഷൻ പീടിയത്തെ അരി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുക്കറിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ചെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാക്കണേ നമ്മളിന്ന് ചാറുണ്ടാക്കുന്നത് മുരിങ്ങ താളിച്ചാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിക്കണം മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഓട്ടപ്പാത്രത്തിൽ കൂറ്റിയിട്ട് വേണം കേട്ടോ. മുരിങ്ങയൊക്കെ ഊരിയും ചെയ്തിങ്ങനെ കുറേ ഒന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ മക്കൾക്ക് അതിൻ്റെ തെളിയേ ഇഷ്ടമുള്ളൂ, മുരിങ്ങ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ കുറച്ച് മുരിങ്ങ നമ്മൾ ഊരിയെടുത്തു. പിന്നെ ഇതാക്കണേ ജീരുള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മളെ കാന്താരി മുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതാക്കണേ കുറച്ച് പിന്നെ കഞ്ഞിൻ്റെ വെള്ളം കൂടി പാർന്നെടുത്തുക്കണേ. അപ്പോൾ ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മളെ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ തിളച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മളിതാക്കണം നമ്മളെ മുരിങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുരിങ്ങ ഇട്ടുകൊണ്ട് ഒന്ന് തിളച്ചാൽ മതി, എന്നിട്ട് പിന്നെ മൂടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ അതിൽ കടന്നുകാണ്ട് അങ്ങനെ വെന്തോളൂ കേട്ടോ നമ്മളെ മുരിങ്ങ. അല്ലാതെ അങ്ങനെ കുറേ നേരം കയ്യിലിട്ട് കണ്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഇതാക്കണേ മദ്രസ ഇട്ടന്ന് ചായ നല്ല ഇട്ടൊന്ന് കുടിച്ചിരുന്നത്, ഓർക്ക് കഞ്ഞി മതിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമ്മന്തി അരച്ചീനി. അപ്പം സനു പറഞ്ഞ സമ്മന്തിയും കഞ്ഞിയും മതിയായിരുന്നു. അങ്ങനെ സനുവിന് കഞ്ഞി എടുത്ത്, മിന്നുട്ടി പിന്നെ പുട്ടും ചായ കുടിച്ചാണ് കേട്ടോ. ഓൾക്ക് പുട്ടും കടലയായ ഭയങ്കര തൃപ്പതിയാണ്. അപ്പോൾ ഓൾ പുട്ടും കടലയൊക്കെ തിന്ന് ചായയും കുടിച്ച് സനു കഞ്ഞിയും കുടിച്ച് പിന്നെ നമ്മളെ വീതനയൊക്കെ പിന്നെ ഞാനൊന്ന് തുടച്ചെടുത്ത് പിന്നെ തിരുമ്പലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാക്കണ് സനുവിന് മുരിങ്ങാച്ചാറ് പാരണം പറഞ്ഞ്, അപ്പോൾ ഓന് ഞാൻ കുറച്ച് മുരിങ്ങാച്ചാറും കോയും കൊടുക്കണം. അപ്പോൾ മിന്നൂട്ടിനോട് വെച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് ചാറ് മാണ്ടം വെച്ച് സമ്മന്തി മാത്രം മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർക്കൊക്കെ ഇതാക്കണം കോയും പിന്നെ ഓക്ക് സമ്മന്തിയും കൂട്ടി വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ചാറ് മാണ്ടാത്തിട്ടോ. അങ്ങനെ ഓർക്കൊക്കെ ചോറ് കൊടുത്തു. അതിൻ്റെ ബാക്കിൽ നമ്മളും തന്നെ ചോറൊക്കെ വെച്ചു. പിന്നെ നമ്മൾ മിന്നുട്ടിൻ്റെ സ്കൂളിൽ ഓലെ മലയാളം പാഠത്തിൽ സത്യൻ്റെ ഒരു പാഠമുണ്ട് കേട്ടോ. അപ്പം അതിനും വേണ്ടി എന്താ ടീച്ചർ വോയിസ് ഇട്ടീനി, ഓരോ അമ്മമാരും ഓരോരോ വിഭവം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിനി. അപ്പോൾ നമ്മൾ അച്ചാറാണ് ഏറ്റിക്കണത് കേട്ടോ, അച്ചാറുണ്ടാക്കാനാണ്. അപ്പം ഓരോ കുട്ടികളും ഓരോന്നാണ്, പായസമുണ്ട്, പിന്നെ പപ്പടമുണ്ട്, എലിശ്ശേരി ഉണ്ട്, വറുത്തുപ്പേരുണ്ട്, സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞത് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ കുറച്ച് കറുവത്തിയൊക്കെ അരിഞ്ഞ് അച്ചാറിടാണ്. അപ്പം കറുവത്ത അച്ചാറിടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മുന്നേ അച്ചാറിട്ടീനല്ലോ കറുവത്ത, അതുതന്നെ ഇനി നമ്മൾ മിന്നൂട്ടി സ്കൂളിൽ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല തൃപ്തി കഴിഞ്ഞിട്ട് ഈ കറുവത്ത അച്ചാർ. അതുകൊണ്ടാണ് ഞാൻ ഈ കറുവത്ത അച്ചാർ തന്നെ ഇട്ടത്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാൽ മതി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടേനി, ഓൾ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും പിന്നെയും കൊണ്ടുവരേണ്ടിയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ അച്ചാർ ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ അച്ചാറിടുന്ന പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിരിക്കണം കേട്ടോ. നാളെ അച്ചാർ ഇട്ടപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടീനി അച്ചാറിൽ പഞ്ചസാര ഇടുന്ന ആദ്യമായിട്ട് കാണാൻ. അച്ചാറൊക്കെ ഇടുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വെക്കേണ്ടി നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് സുർക്കയൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ.
ഇത് നാളെ തന്നെ കൊണ്ട് പോകാമല്ലേ, അതുകൊണ്ടാണ് ഞാൻ കറുത്തൊന്ന് വേവിച്ചെടുത്തത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സുർക്കി കടന്ന് തന്നെ അങ്ങനെ വന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.